എന്തോ ഇത്? ആ ഉടുപ്പൊന്ന് കാണിച്ചേ. എന്തോ ഉടുപ്പിനൊന്നുമില്ല, ഇതാ. ഈ കീറിയത് വിട്ടോണ്ടാണോ നിങ്ങൾ ജോലിക്ക് പോയത്? സാരമില്ലടി, ഉടുപ്പ് ഒരുപാട് ഇരിപ്പില്ലേ. ആഹാ, ചേട്ടൻ വന്നോ? എന്തോ ചേട്ടാ, ഭയങ്കര ക്ഷീണമുണ്ടല്ലോ. ഇരിക്കേ, ഞാൻ വെള്ളം എടുക്കാം. ഇച്ചിരി വെള്ളം എടുക്ക്. എന്ത് പറ്റി ചേട്ടാ? ശമ്പളം കിട്ടിയില്ലയോ? ശമ്പളമൊക്കെ കിട്ടി, ഇനി ഇതേ ബാക്കിയുള്ളൂ. അയ്യോ, 5000 രൂപയോ? ഇതുകൊണ്ട് എന്താക്കാനാ? കഴിഞ്ഞ മാസത്തെ പറ്റ് വരെ കടയിൽ കൊടുക്കാനുണ്ട്. എടി, സാലറി അഡ്വാൻസ് നേരത്തെ വാങ്ങിച്ചതല്ലേ, പിന്നെ ബാക്കി കിട്ടിയ ശമ്പളത്തിൽ നിന്ന് കടം വാങ്ങിയതെല്ലാം കുറച്ചേ കൊടുത്തു. ഇനി ഇത്രയേ ഉള്ളൂ ബാക്കി. എത്ര നാളായിട്ട് ഇങ്ങനെ അടുപ്പിൽ തീ ഊതി വയ്യ. ഈ മാസവും ഗ്യാസ് എടുക്കാൻ ഒക്കത്തില്ല. എടി, എൻ്റെ കുറ്റം കൊണ്ടാണോ? ഞാൻ ഓരോ മാസവും കുറച്ചേ പൈസ സ്വരുകൂട്ടി വെക്കും. അന്നേരം ഒരു ആശുപത്രി കേസോ മറ്റെന്തെങ്കിലും കേസ് കേട്ടോ കയറി വരും. ഇപ്പൊ എന്താ ചെയ്യുക? എടി, എനിക്ക് കിട്ടുന്നത് കൊണ്ട് വേണ്ട എല്ലാം നടത്താൻ. നീ എങ്ങനെങ്കിലും ഉള്ളത് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യേ. എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാനാ? നിങ്ങൾക്ക് ഓരോ മാസവും പറയാൻ ഓരോരോ ന്യായങ്ങളുണ്ട്. സാധനം കടം വാങ്ങിക്കാൻ ചെല്ലുമ്പോൾ ഞാനാ നാണം കിടുന്നത്. ചോദിക്കുമ്പോഴുള്ള ആമാറി ഒരു നോട്ടവും ഭാവവും. എടി, നീ ഒന്ന് ക്ഷമിക്കേ. കടങ്ങളെല്ലാം നമുക്ക് കുറച്ചേ കൊടുത്തു തീർക്കാം. നമ്മുടെ പ്രയാസങ്ങളെല്ലാം മാറും. മാറും കുറെ. ഇത് പറയാൻ തുടങ്ങിയിട്ട് കുറെ വർഷങ്ങളായി. ഈ ഉണ്ടാക്കുന്ന പൈസയൊക്കെ എങ്ങോട്ട് പോവാ? സത്യത്തിൽ ഓരോ ദിവസവും എങ്ങനെ തള്ളി നീക്കുന്നതെന്ന് എനിക്ക് മാത്രം അറിയാം. കടത്തിനു മേൽ കടവുമായി എൻ്റെ ഈ യാത്ര എന്ന് അവസാനിക്കും? നമ്മുടെ സങ്കടം മനസ്സിലാക്കാൻ ആരുണ്ട്? ആരുമില്ല. എല്ലാം അറിയാവുന്ന ഭാര്യ പോലും നമ്മളെ കുറ്റപ്പെടുത്തുന്നു. അവസാനം ഒരു ചോദ്യം: നിങ്ങൾ പണിയെടുക്കുന്ന പൈസ എന്ത് ചെയ്യുന്നതെന്ന്. കുറെ കടങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഈ വീട്ടിലെ കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്തിട്ടും അതെവിടുന്നെന്ന് മനസ്സിലാക്കാൻ ഇവർക്കാർക്കും പറ്റുന്നില്ലല്ലോ. എന്തോ ഇത്? ആ ഉടുപ്പൊന്ന് കാണിച്ചേ. എന്തോ ഉടുപ്പിനൊന്നുമില്ല, ഇതാ. ഈ കീറിയത് വിട്ടോണ്ടാണോ നിങ്ങൾ ജോലിക്ക് പോയത്? സാരമില്ലടി, ഉടുപ്പ് ഒരുപാട് ഇരിപ്പില്ലേ. വേറെ ഏതിരിക്കുന്നു? ആകെ 2-3 ഉടുപ്പല്ലേ ഉള്ളൂ. ഇങ്ങനെ കഴുകി തേച്ച് ഇട്ടോണ്ട് പോകുന്നത് കൊണ്ടാണ് ഇങ്ങനെ പിഞ്ചി പോകുന്നത്. എടി, അതൊന്നും കുഴപ്പമില്ലടി. അതേ കളറുള്ള നൂലുകൊണ്ട് നീ അതൊന്ന് ചെറുതായിട്ട് തുന്നി വിട്ടാൽ മതി, അതങ്ങ് റെഡിയാകും. ഇത് ഒരുപാട് കീറിയിട്ടുണ്ട്. ഇതാണോ ഇനി തുന്നിയിടുന്നത്? ഇതൊക്കെ മതിയെന്ന്, ഇനി ഉപയോഗിക്കരുത്. ദാ, നിങ്ങളിപ്പോൾ തന്ന പൈസയിൽ നിന്ന് 1000 രൂപ എടുത്ത് നല്ലൊരു ഷർട്ട് വാങ്ങിയില്ലേ. ഇപ്പം വേണടി, ഈ പൈസ ഇല്ലാത്ത സമയത്ത് ഷർട്ടൊന്നും വാങ്ങണ്ട. സാരമില്ലെന്നേ, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം. വേണ്ടടി, നീ ചെയ്യാവുന്നതിൻ്റെ മാക്സിമം ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം. നിങ്ങൾ ഈ വീടിന് വേണ്ടി കഷ്ടപ്പെടുന്നതല്ലാതെ സ്വന്തമായി എന്തെങ്കിലും വാങ്ങാറുണ്ടോ? ഒരു തുണി എടുക്കാൻ പോയാലും ഞങ്ങൾക്കെല്ലാം വാങ്ങിച്ചു തന്നിട്ട് മാറി നിൽക്കും. അത് വേണ്ടാഞ്ഞിട്ടൊന്നുമല്ല, കയ്യിൽ കാശില്ലാഞ്ഞിട്ടാണെന്ന് മനസ്സിലാക്കാനേ ഞാൻ അത്ര മണ്ടിയൊന്നുമല്ല. അതുകൊണ്ടേ ഇത് കൊടുത്തൊരു ഷർട്ട് വാങ്ങി. എന്നാൽ നീ ഒരു കാര്യം ചെയ്യ്, ഈ പൈസ എടുത്ത് ഗ്യാസ് വാങ്ങിയത്. ഷർട്ടൊക്കെ 1-2 മാസം കഴിഞ്ഞ് വാങ്ങാമെന്നേ. അതുവരെയൊക്കെ ഞാനിത് അഡ്ജസ്റ്റ് ചെയ്ത് ഉപയോഗിച്ചോളാം. നിങ്ങളെ സന്തോഷിപ്പിക്കാനാണ് ഞാൻ ഈ ഓടി നടക്കുന്നത്. ആ ഓട്ടത്തിൽ എൻ്റെ കണ്ണ് നിറയുന്നത് നിങ്ങൾ കണ്ടാൽ നിങ്ങളുടെ സന്തോഷം ഇല്ലാതാകും. എൻ്റെ വിഷമങ്ങൾ എന്നോടൊപ്പം ഒരിക്കലും ഇല്ലാതാകും. അതാരും അറിയണ്ട.